പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന്. ഇത് പരിശുദ്ധ സഭയിലെ ഓരോ മക്കളും ഈ വചനം പറയേണ്ടതാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് തിരുസഭ മക്കൾ. അവരോരോരുത്തരും ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പറയണം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. എൻ്റെ ചുറ്റുപാടും ഞാനുമായി കണ്ടുമുട്ടുന്ന ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും നമ്മോട് പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂട്ടായ്മയിലും നാമുമായി ബന്ധപ്പെട്ടു പോകുന്ന പല വ്യക്തികളും പലതരത്തിലുള്ള ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമകളായി കഴിയുന്നുവെങ്കിൽ, അങ്ങനെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുടെ കരം പിടിച്ച് അതിൽ നിന്നും മോചനം കൊടുക്കുവാൻ പരിശുദ്ധ സഭയിലെ ഓരോ മക്കളെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. പലപ്പോഴും നമ്മളാരും ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ അങ്ങനെ ഒരു മേഖലകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതായത് പലതരത്തിൽ കിടക്കുന്ന ദുശീലങ്ങൾക്കോ ദുസ്വഭാവങ്ങൾക്കോ അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ, മദ്യപാനമാകാം, മയക്കുമരുന്നാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിന്മകൾക്കൊക്കെ ഏതെങ്കിലും വ്യക്തികൾ അടിമപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവരെ മോചിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇങ്ങനെയുള്ള മേഖലകളിൽ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ ധ്യാനം നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ആക്കി ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി മാറ്റമുണ്ടാകും. അങ്ങനെ പല പ്രാവശ്യം ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പല മേഖലകളിലും ഈ തരത്തിലുള്ള വ്യക്തികൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കും. ഇതിന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധിതർക്ക്, ദുസ്വഭാവങ്ങളും ദുശീലങ്ങളുമായ പല ബന്ധനങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും അവരെ മോചിപ്പിക്കുവാനും ദൈവമായ കർത്താവ് പ്രത്യേകിച്ചും ഓരോ കത്തോലിക്കനെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്തിനാ ക്രിസ്ത്യാനി ഈ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈ സ്ഥൈര്യലേപനം എന്ന കുദാശ സ്വീകരിച്ചത്? ഈ സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ സ്വീകരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ ഉത്തരവാദിത്തമാണ് ലൂക്ക 4:18. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിൽ ചെയ്തേ പറ്റൂ. ചെയ്യുവാൻ കടപ്പെട്ട വ്യക്തിയാണ്, ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അന്ധരായി കഴിയുന്ന വ്യക്തികളുണ്ട്. പലതരത്തിലുള്ള അന്ധതയിൽ കഴിയുന്നവരുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാതെ കൊണ്ട് അന്ധതയിൽ കഴിയുന്നവരുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിവില്ലാതെ കൊണ്ട് അന്ധതയിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. വിശുദ്ധ കുദാശകളെക്കുറിച്ച് അറിവില്ലാതെ കൊണ്ട് അന്ധതയിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. വേണ്ട, സഭയുടെ ഏറ്റവും പരമപ്രധാനമായ വിശ്വാസ പ്രമാണമെന്ന ആ പ്രാർത്ഥനയുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് തിരിച്ചറിയാതെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ക്രിസ്ത്യാനികളായി നാം ഓരോരുത്തരും മാറ്റപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാകുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് പോലും ഒരു അവബോധമോ ബോധ്യമോ ഇല്ലാതുകൊണ്ട് അത് ചൊല്ലിക്കൊണ്ടു പോകുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറ്റപ്പെട്ടു പോയി. അതിൻ്റെ കാരണം ഇങ്ങനെ ഇതേക്കുറിച്ച് നമുക്കുള്ള അറിവില്ലായ്മയാണ്. അത് അന്ധതയാണ്. ഈ അറിവില്ലായ്മ വലിയൊരു ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തിയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഈ അറിവ് സ്വന്തമാക്കുവാൻ പിശാച് സമ്മതിക്കത്തില്ല. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് മോചനം കൊടുക്കുവാൻ ദൈവമായ കർത്താവ് അന്ധര്, അറിവില്ലായ്മ പല മേഖലകളിലും, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധികാരികമായ പല മേഖലകളിലും അറിവില്ലായ്മ, കുദാശകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, തിരുസഭയെക്കുറിച്ചുള്ള അറിവില്ലായ്മ, തിരുസഭയിലുള്ള വ്യക്തികളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, തിരുസഭയിലുള്ള ഓരോ മക്കളും യേശുക്രിസ്തുവാകുന്ന തായ്തണ്ടിലെ ശാഖകളാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത അറിവില്ലായ്മ,
കാട്ടൊലിവിൻ്റെ മുളയായ നമ്മെ ഓരോരുത്തരെയും നാട്ടൊലിവാവ് തന്നെയാകുന്ന യേശു ക്രിസ്തുവിലേക്ക് ഒട്ടിച്ചേർത്ത് അങ്ങനെ ക്രിസ്തുവിൻ്റെ കൃപ സ്വന്തമാക്കുന്നവരാണെന്നുള്ള അറിവില്ലായ്മ. അതാണ് അന്തർക്ക് കാഴ്ച. അടുത്തത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. നമ്മുടെ സമൂഹത്തിൽ അനേകം വ്യക്തികളെ അടിച്ചമർത്തി വെച്ചേക്കുന്നവരുണ്ട്. പല വ്യക്തികളുടെ അടിമകളാണ്, പല വ്യക്തികളും ഉടമകളാണ്. ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലെ അടിച്ചമർത്തി വെച്ചേക്കുന്നു. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട അനേകം വ്യക്തികളുണ്ട്. തഴക്കദോഷമാകാം, പാപസ്വഭാവങ്ങളാകാം, പാപവാസനകളാകാം. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അതോടൊപ്പം തന്നെ കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കണം. ഇന്ന് തിരുസഭയിലെ മക്കളൊക്കെ കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കണമെങ്കിൽ ഇത്തരത്തിൽ തിന്മയിൽ കഴിയുന്ന വ്യക്തികളെയൊക്കെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് അത് വലിയ സ്വീകാര്യമായ വത്സരമായിട്ട് മാറ്റപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഈ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം, 18-19 തിരുവചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ? അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഈശോ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും പറയണം, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശക്തി, കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചു. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എനിക്കെല്ലാം സാധ്യമാണ്. ഈ കേട്ട തിരുവചനമൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളിലൂടെ അവിടുത്തെ കൃപയൊഴുക്കുവാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കണം. അതിനു വേണ്ടിയിട്ട് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അങ്ങിലേക്ക് മറ്റുള്ള ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, നയിക്കണമേ, പരിപാലിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.